നമസ്കാരം ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈ നെയിം ഇസ് നിത്യ. ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടല്ലോ നമ്മുടെ ആൽക്കെമിസ്റ്റ് സോൾസ് എന്ന് പറയുന്ന ഡ്രാമയിൽ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചിട്ടുള്ള ലീ ജെ വൂക്ക് എന്ന് പറയുന്ന ആക്ടറിന്റെ പുതിയ ഡ്രാമ വരുന്നുണ്ട് കേട്ടോ. ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഇതും ഹിസ്റ്റോറിക്കൽ ഡ്രാമയാണ്, മൈസ്റ്ററി ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഡ്രാമയുടെ പേര് ഡിയർ ഹോങ്റാങ് എന്നാണ് പേര്. ഫീമെയിൽ ലീഡായിട്ട് അഭിനയിച്ചേക്കുന്നത് ജോ ബോഹ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസ് ആണ്. ഈ ആക്ട്രസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ടെയിൽ ഓഫ് നയൻ ടെയിൽഡ് എന്ന് പറയുന്ന ഡ്രാമ ഉണ്ടല്ലോ, ആ ഡ്രാമയിലും പിന്നെ മൈ സ്ട്രേഞ്ച് ഹീറോ എന്ന് പറയുന്ന ഡ്രാമയിലും ഫീമെയിൽ ലീഡായിട്ട് അഭിനയിച്ചിട്ടുള്ള ആക്ട്രസ് ആണ് കേട്ടോ. അപ്പൊ ഇവരുടെയൊക്കെ ആ ഒരു കെമിസ്ട്രി എങ്ങനെ ഉണ്ടായിരിക്കും അല്ലേ കാണാനായിട്ട്. മെയിലാണ് വരുന്നത്. അപ്പോ ട്രെയിലർ ഇപ്പൊ റിലീസ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് കണ്ടു വെക്കാം അല്ലേ. 심각 혼나. 인쇄 올립니다. 그건 홍랑을 자초했던 놈들이 기대였는지는 아느냐? 가짜입니다. 어디 한번 살펴볼까요? 보여줘? 아니 저자가 진정 진짜 어떤가? 대체 나 누구야? 가짜일까? 모두에게 보여주거라. 네가 누구인지. 감히 함부로 했나? 내 누이를. മെയ് 16 കേട്ടോ റിലീസ്. പറഞ്ഞ പോലെ തന്നെ ഭയങ്കര മൈസ്റ്ററി ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് തോന്നുന്നത് ഇത് ഫോളോ ചെയ്യുന്നത്. കണ്ടിട്ട് വലിയ ഐഡിയ ഇല്ല. ടൈറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഹോങ്റാങ് എന്നാണ്. ആ ഹോങ്റാങ് ആരാണ് എന്ന് തെളിയിക്കുന്ന എന്തോ ഒരു സ്റ്റോറിയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ കഥയിലെ നായകനാണ് ഈ ഹോങ്റാങ് എന്ന് പറയുന്നത്. പക്ഷെ എന്താണ് സ്റ്റോറി എന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്തോ ആരെ കണ്ടുപിടിക്കാനുള്ള എന്തോ ഒരു സ്റ്റോറിയാണ് തോന്നുന്നു. പിന്നെ ഈ ആക്ട്രസ് സിസ്റ്റർ ആണോ? ലാസ്റ്റ് ആ ഡയലോഗ് കണ്ടോ? സിസ്റ്റർ ആവാൻ വഴിയില്ല, എനിക്ക് തോന്നുന്നു. അങ്ങനെ തെറ്റിദ്ധാരണ ആയിരിക്കാം അല്ലെ. എന്തായാലും പിന്നെ മെയിൻ ആയിട്ട് ലീ ജെ വൂക്ക് ആയതുകൊണ്ടാണ് ഈ ഡ്രാമ ഞാൻ എന്തായാലും കാണും. കാരണം എനിക്ക് ഈ ആക്ടറെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്. ആൽക്കെമിസ്റ്റ് സോൾസിലൊക്കെ ഭയങ്കര ഫാനായി. കാരണം ഈ ആക്ടർ അഭിനയിച്ചിട്ടുള്ള എല്ലാ ഡ്രാമകളും സ്റ്റോറി ലൈന് സൂപ്പർബായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ കാണും. മൈസ്റ്ററി ആയിട്ട് അതിന്റെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ. അപ്പൊ ഇവരുടെ കെമിസ്ട്രി ഒക്കെ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് കണ്ടു നോക്കാം. ടോട്ടലി 12 എപ്പിസോഡ്സ് ആണ് കേട്ടോ ഉള്ളത്. അപ്പൊ എന്തായാലും മെയ് 16 റിലീസ് ആവുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് എന്താ തോന്നുന്നത്? കാണാനായിട്ട് താല്പര്യമുണ്ടോ? അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.